Hi friends, assalamualaikum. Welcome back to my channel. അപ്പോൾ ഇന്ന് ഞാനൊരു ഹോൾ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. മോട്ടിഫിൽ നിന്ന് കുറച്ച് ഡ്രസ്സ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പോൾ ബ്ലാക്ക് ഫ്രൈഡേന്റെ ഇത് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അതിൽ നല്ല ഓഫർ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ജസ്റ്റ് പോയി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഡ്രസ്സ് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഷീൻ്റെ ആപ്പിൽ പോയിട്ടാണ് ഈ മോട്ടിഫിൻ്റെ ഡ്രസ്സുകളൊക്കെ കിട്ടുക കേട്ടോ. അപ്പോൾ ഞാൻ വാങ്ങിച്ച ഡ്രസ്സുകൾ കണ്ടാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഡിസ്കൗണ്ട് കോഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ ഡ്രസ്സിൻ്റെ ലിങ്ക് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ വേറൊരു സംഭവം കൂടെ കാണിച്ചു തരാം. എനിക്കൊരു വാച്ച് അയച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അടിപൊളി വാച്ചാണ്. അപ്പോൾ ഇത് ഫസ്റ്റ് ഇവർ സെലക്ട് ചെയ്യാൻ പറഞ്ഞ ടൈമിൽ എനിക്ക് ഈ കളർ വല്ലാണ്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഇത് കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ലൊരു കളർ കേട്ടോ. ഇത് രണ്ടെണ്ണമായിട്ട് 2 സ്ട്രാപ്പ് ഉണ്ട്. അപ്പോൾ ഒന്ന് ഇതിൽ ഫിറ്റ് ചെയ്തിട്ട് തന്നെ വന്നിട്ടുള്ളത്. അത് സിൽവർ കളറിലാട്ടോ വന്നിട്ടുള്ളത്. ഇത് പിന്നെ സ്മാർട്ട് വാച്ചാണ്, ഞാനത് പറയാൻ വിട്ടുപോയി. അപ്പം എന്തായാലും ഞാനിതിൻ്റെ എങ്ങനെയൊക്കെ എന്താണെന്നുള്ളതൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാനിത് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് എന്താണെന്നുള്ളതൊക്കെ ഒന്ന് ജസ്റ്റ് കാണിക്കാം കേട്ടോ. പിന്നെ ഇതിൽ കുറേ കളേഴ്സ് വരുന്നുണ്ട്. എനിക്ക് ആ ബ്ലൂ കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നൊരു ചെറിയൊരു ചിന്ത ഉണ്ടായിരുന്നു കേട്ടോ. പിങ്ക് നല്ലതാണ്, പക്ഷേ എനിക്ക് ബ്ലൂവിനോടായിരുന്നു കുറച്ചും കൂടെ ഇഷ്ടം. അങ്ങനെയാണെങ്കിൽ മോൻക്കും കെട്ടാലോ എന്നൊക്കെ മനസ്സിലങ്ങനെ വിചാരിച്ചിട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ ചാർജറും വരുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ എക്സ്ട്രാ ഒരു സ്ട്രാപ്പും കൂടെ വരുന്നുണ്ട് പിങ്ക് കളറിൽ. അപ്പോൾ ഇതിൻ്റെ ചാർജർ കണ്ടില്ല, വേറൊരു മോഡൽ ചാർജറാണ് കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ അധികം വാച്ച് കെട്ടാത്ത ആൾക്കാർ നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമോ എന്നറിയില്ല. ഞാനങ്ങനെ ഒരു സംഭവങ്ങളും എനിക്ക് അങ്ങനെ കെട്ടലില്ല. എനിക്ക് ഭയങ്കര പൊറുതിയേടാട്ടോ അത് കെട്ടിയാൽ. ഇത് പറഞ്ഞു തരാൻ പോകുന്നത് നമ്മളുടെ ആനിർ റഹ്മാനാണ്. അവനാണ് കേട്ടോ അതിന്മേൽ ഫുൾ ടൈം ഓരോന്ന് ചെയ്യണത്. ആനി പറഞ്ഞു കൊടുക്കുക. ഇതാ ഇങ്ങനെ കേട്ടോ, ഞങ്ങൾ ഫോട്ടോ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ആനി? ഓക്കെ, ഇങ്ങനെ ആക്കി നമ്മളെ സ്റ്റെപ്സ് നമ്മൾ നടുന്നത്, നമ്മളെ കാലറി എത്ര കുറഞ്ഞത് നടക്കുമ്പോൾ കാണാം. ഓക്കെ, ഇതിൽ നമ്മളെ ഹാർട്ട് എത്ര സ്പീഡിലാണ് പോകുന്നത് കാണാം. ഓക്കെ, ഇത് നമ്മളെ ബ്ലഡ് പ്രഷർ ആണ്. ഓക്കെ, ഇത് നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മൾ എത്ര ഉറങ്ങി, എത്ര നേരം ഉറങ്ങി എന്നൊക്കെ കാണാം. ഓക്കെ, ഇത് നമ്മളെ ബ്ലൂടൂത്ത് നമ്മളെ ഫോണിൽ നിന്ന് കണക്ട് ചെയ്താൽ നമുക്ക് മ്യൂസിക് ഈ വാച്ച് നീക്കാം. ഇത് നമുക്ക് ഇത് നെക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളെ ഫോണിൽ നിന്ന് സീരി വരും, വോയിസ് അസിസ്റ്റൻ്റ്. നമുക്ക് വെതർ കാണാം. ഇത് നമ്മൾ ഒരു റിലാക്സ് ആവാൻ നമ്മൾ ബ്രീത്ത് ചെയ്യാനുള്ളത്. ഓക്കെ, ഇത് നമുക്കൊരു ഗെയിമാണ്. ഓക്കെ, ഇനി ഇങ്ങനെ പോവാം. മേലൊക്കെ പോയാൽ നമുക്ക് ഫ്ലാഷ് ലൈറ്റ് പോലെ ആക്കാം. അപ്പോൾ നമ്മൾ രാത്രി ആകുമ്പോൾ നല്ല ലൈറ്റ് ഉണ്ടാവും. ഇത് ഒരു മിനിറ്റ്, ഈ സംഭവം എനിക്ക് ഒന്നും അറിയില്ല കേട്ടോ. അതാണ് ടാനിനെ കൊണ്ട് കാരണം ഞാൻ ഈ വാച്ച് ഒന്ന് ജസ്റ്റ് തുറന്ന് നോക്കിയിട്ട് പോലും ഇല്ല എങ്ങനെയാണെന്നുള്ളത്. ബാക്കി വരാം. ഇത് സെറ്റിങ്സ്. ഇത് നമുക്ക് ഫോണ് കണക്ട് ചെയ്താൽ ചില ഓപ്ഷൻസ് നമുക്ക് തീം പോയാൽ സ്പിന്നൊന്നും എടുക്കാം. അപ്പം ഇങ്ങനെ ആവും. ഇത് ഇങ്ങനെ ആക്കിയാൽ ഇങ്ങനെ കാണാം. ഈ സെറ്റിങ്സ് പോയി തീം നെക്സ്റ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ആവും. ഓക്കെ, പക്ഷേ ഇതാണ് നല്ലത്. നമുക്ക് ബ്രൈറ്റ്നെസ് കൂട്ടുക, സ്ക്രീൻ ടൈം, സൗണ്ട്. സൗണ്ട് നമ്മൾ ഫോൺ ഓൺ ആക്കണമെങ്കിൽ ഓൺ ആക്കാം. പിന്നെ ഇതിൽ ഫോണിലുള്ള നമുക്ക് കോൾ വന്നിട്ടുണ്ടെങ്കിൽ ഈ നേരത്തെ കാണിച്ചു വന്നിട്ട് അതില്ല ഫോൺ സൗണ്ട് അതാ ഈ ഫോണിൻ്റെ ഓഡിയോന്ന് അത് ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വരുന്ന കോളിലെ സൗണ്ടും പിന്നെ പാട്ട് അങ്ങനത്തതൊക്കെ ഇതിൽ വരും കേട്ടോ. അപ്പോൾ ഞാനതിപ്പോൾ തൽക്കാലം ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കാരണം ഞാനിവിടെ എന്തെങ്കിലും ഓൺ ആക്കുമ്പോഴത്തേന് വാച്ചിൽ നിന്നാണ് ഫുള്ള് കേൾക്കുന്നത്. അപ്പോൾ അത് തൽക്കാലം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ആപ്പ് ഉണ്ട്. ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ നമുക്ക് എല്ലാം കൺട്രോൾ ചെയ്യാം. നമ്മൾ വാൾപേപ്പർ വേണമെങ്കിൽ മാറ്റാം, അങ്ങനെയൊക്കെ ഉണ്ട്. ഓക്കെ, ഇനി കോള് വരുന്നതും കൂടെ നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിക്കാം കേട്ടോ. ഇതിന്ന് കോൾ ചെയ്യാനും പറ്റൂല. ഇത് നമ്മൾ ബ്ലൂടൂത്ത് നമ്മൾ ഫോണിലേക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കോൾ ചെയ്യാം. സിമ്മൊന്നും ആവശ്യമില്ല. നമ്മൾ ഫോണിൽ നിന്ന് ഈ നമ്പർ അയക്കാം, ടൈപ്പ് ചെയ്യുക, അപ്പോൾ കണക്ട് ആവും. അപ്പോൾ നമ്മൾ ഇത് നമ്മൾ പേരുണ്ടാവില്ല, പേരൊക്കെ കോണ്ടാക്ട് ഉണ്ട്, കാണാം. അപ്പം ഇനി കോള് വരുന്നതും കൂടെ കാണിക്കാൻ ഞാൻ എന്തായാലും ബ്ലൂടൂത്ത് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതും കൂടെ ഒന്ന് കാണിച്ചിട്ടുണ്ട്. അതാണ് അടിപൊളി.
നമുക്ക് ഫോട്ടോ എടുക്കണമെങ്കിൽ നമ്മൾ ഫോണിൽ ഫോട്ടോ എടുക്കണമെങ്കിൽ ഈ വാച്ച് നമ്മളെ കയ്യിൽ കെട്ടിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് ഷേക്ക് ചെയ്താല് ഫോട്ടോ എടുക്കുന്നതാണ്. എടുക്കുന്നത് നോക്കട്ടെ. ക്യാമറ ഇവിടെ ഓൺ ആക്കണം അല്ലേ? ഓക്കെ. ഇത് കളിച്ചോണ്ടിരിക്കാന്നാ പറഞ്ഞത്. ഈ വാച്ച് കിട്ടിയപ്പോൾ ശരിക്കും ഞാൻ വിചാരിച്ചു ബ്ലൂ കിട്ടുകയാണെങ്കിൽ ആനയ്ക്ക് കിട്ടുമായിരുന്നു. ആന ഈ പിങ്ക് ഒന്നും കിട്ടൂല പറഞ്ഞിട്ട് ഇതല്ല മറ്റേ സ്ട്രാപ്പ് വെച്ചിട്ട്. പക്ഷെ അവനക്കാണ് നല്ല ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. പിന്നെ ചാർജ് ചെയ്യണത് ആ വയറെവിടെ എടുത്തിട്ട് ഒരു ഇതിമലാണ് ചാർജ് ചെയ്യാൻ വേണ്ടി വെക്കുന്നത്. ചാർജ് ചെയ്യല് നോക്കട്ടെ. ഇതൊരു മാഗ്നറ്റ് ആണ്. ഇത് നമുക്ക് ഇവിടെ വെച്ചാൽ ഒട്ടി പിടിക്കും. അപ്പോൾ ഗൈസ് നമുക്കൊരു കോള് വരുന്നുണ്ട്. എൻ്റെ താത്ത വിളിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അതൊന്ന് കാണിക്കാനായി. ഇതിൽ നമ്പറായിട്ടാണ് കാണിക്കണത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പൊത്തി പിടിച്ചിട്ടുള്ളത്. അപ്പോൾ പാട്ടത്തിലാട്ടോ പാടുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വല്ലാണ്ട് ഇതാക്കുന്നില്ല, കോപ്പിറൈറ്റ് വരും. അപ്പോൾ അതിനെ കൊണ്ടാട്ടോ നമ്മൾ ഫോട്ടോ എടുക്കാണ്. വീഡിയോ ആണ്. അയ്യേ ഞാൻ ഫോട്ടോ എടുക്കല്ലേ, ഇത് വീഡിയോ എടുക്കല്ലേ. എന്നാല് ഇന്നെ കൺഫ്യൂഷൻ ആക്കാണ്. അപ്പം ആന അവിടെ കിടന്ന് ഷേക്ക് ചെയ്യുന്നതിനനുസരിച്ച് ഇവിടെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. എന്താ ഫോട്ടോ എടുത്തതാ. ഓക്കെ മതി, ഞാൻ ക്യാമറ ഓഫ് ചെയ്തിരിക്കണോ. അപ്പം ഇത് ഫോട്ടോ എടുത്താ കേട്ടോ. അപ്പോൾ നിങ്ങളിത് പിള്ളേർക്കൊക്കെ കാണിച്ചെടുക്കുക. എന്നിട്ട് എൻ്റെ ബർത്ത്ഡേ ആണ് അടുത്ത മാസം. അപ്പോൾ ഇത് നോക്കി വെച്ചോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഗിഫ്റ്റായിട്ടൊക്കെ വാങ്ങിക്കുക. അപ്പോൾ ഇത് എന്തായാലും ഞാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മൾ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റത്തെ ഡ്രസ്സ് ഈ ഒരു ഡ്രസ്സാണ്. ഇത് വെൽവെറ്റിലാട്ടോ വരുന്നത്. ഇതിങ്ങനെ റാപ്പ് ചെയ്തിട്ട് അങ്ങനെയുള്ളൊരു ഡ്രസ്സാണ് കേട്ടോ. ഞാൻ പണ്ടൊക്കെ കുറേ കാണിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ. അത് ഞാൻ നല്ലോണം എടുക്കായിരുന്നു കേട്ടോ അങ്ങനത്തെ മോഡൽ ഡ്രസ്സുകൾ. അപ്പോൾ ഇത് ഞാൻ അതേപോലെ ഒന്ന് എടുത്തതാണ്. ഇതിൻ്റെ സ്ലീവ് ഇതാ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇങ്ങനെ വരുന്നത് ഒരു നല്ലൊരു രസമുള്ളൊരു സ്ലീവാട്ടോ വരുന്നത്. ഈ ഒരു മോഡൽ ഡ്രസ്സ് കണ്ടപ്പോൾ എനിക്ക് പണ്ടൊക്കെ ഇങ്ങനത്തെ ഒരു മോഡൽ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുപോലെ എനിക്ക് തോന്നി ഈ ഒരു ഡിസൈനൊക്കെ കണ്ടപ്പോൾ. പിന്നെ ഇതിൻ്റെ സ്ലീവ് ഇതാ പഫ് സ്ലീവ് ആട്ടോ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ സ്റ്റൈൽ ചെയ്യുമ്പോൾ ആദ്യം ഞാൻ വേറെ എന്തോ ഒരു മോഡലിൽ സ്റ്റൈൽ ചെയ്തിട്ട് എന്നിട്ട് എനിക്ക് അതിൻ്റെ സ്റ്റൈൽ ചെയ്ത വീഡിയോ ചെയ്യാൻ തന്നെ എനിക്ക് ഭയങ്കര മടി, ഒരു രസമില്ലാത്ത പോലെ എനിക്ക് തോന്നട്ടോ. അതിന് പിന്നെ ഞാൻ അതെങ്ങനെയൊക്കെ എടുത്തിട്ട് പിന്നെ ആ ഡ്രസ്സ് ഞാൻ വീണ്ടും ഒന്നും കൂടെ ഒന്ന് ഇങ്ങനെ കെട്ടിങ്ങാണ്ട് നോക്കി. അപ്പോൾ എനിക്കതൊരു നല്ല വൃത്തിയിൽ തോന്നി. അത് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ആദ്യത്തെ വീഡിയോ നോക്കുക, പിന്നെ അതിന് ശേഷം ഞാൻ ചെയ്തതിൻ്റെ വീഡിയോയും കൂടെ നോക്കുക. പിന്നെയാണ് എനിക്ക് ആ ഈ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടത്. ഈ ഒരു ഇതിൻ്റെ ഒരു കളറ് ഷോള് ഇതിക്ക് രസമാണ്. എൻ്റെ കയ്യിൽ ഇപ്പം ഇങ്ങനത്തെ കളറ് ഷോളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ ഉള്ളത് വെച്ചിട്ട് അങ്ങനെ സ്റ്റൈൽ ചെയ്തതാണ് കേട്ടോ. ഈ കളറും കുഴപ്പമില്ല, പക്ഷെ അപ്പം നോക്കിയപ്പോൾ എനിക്ക് വലിയൊരു രസം പോലെ തോന്നില്ല. പിന്നെ ഇതൊക്കെ വൈറ്റൊക്കെ രസം ഉണ്ടാവും കേട്ടോ. പക്ഷേ ചില ഡ്രസ്സുകളില്ലേ നമ്മൾ ഷോള് ചിലപ്പോൾ നമ്മൾ മുഖത്തിന് വൈറ്റ് രസം ഉണ്ടാവും, പക്ഷേ ഡ്രസ്സിൻ്റെ കളറ് വേറെ ആയി വരുമ്പോൾ വൈറ്റ് ഷോൾ ഇടുമ്പോൾ നമ്മൾ ഫേസ് എന്തോ മധുരം ഉണ്ടാവും കേട്ടോ. ഞാൻ വൈറ്റ് ഇടുന്നതാണ്. ചില ഡ്രസ്സിൻ്റെ രസം ഉണ്ടാവും, പക്ഷെ ചിലത് ഈ ഡ്രസ്സിൻ്റെ കളറും കൂടെ നമ്മളെ മുഖത്തേക്ക് എല്ലാം കൂടെ ഇതാവുമ്പോൾ എന്തോ തീരെ രസമില്ലാത്ത പോലെ എനിക്ക് തോന്നലുണ്ട്. അപ്പോൾ നിങ്ങൾ ആ രണ്ട് കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് ലെങ്ത്തുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്കൊരു വൈറ്റ് പാൻറ്റാണ് ഇട്ടത്. ഈ ഒരു സത്യം പറഞ്ഞാൽ എനിക്കൊരു ഡ്രസ്സ് ഫസ്റ്റ് സ്റ്റൈൽ ചെയ്തപ്പോൾ വലിയ രസം ആയിട്ട് തോന്നിയില്ല. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട് ഇത് ജീൻസിലേക്കൊക്കെ രസം ഉണ്ടാവും കേട്ടോ. അപ്പം ഇനി നമുക്ക് അടുത്ത ഡ്രസ്സ് കണ്ടാലോ. ഈ അടുത്ത ഡ്രസ്സ് കാണിക്കാൻ പോകുന്നത് ഈ ഒരു ടൈപ്പ് ഡ്രസ്സാണ്. ഇങ്ങനെ എടുക്കുന്ന മോഡൽ ഡ്രസ്സുകളൊക്കെ ഭയങ്കര ടൈറ്റാവും കേട്ടോ. അപ്പം ഞാനിത് ഷീൻ്റെ അല്ല ഈ മോത്തിഫിൻ്റെ ഇതിന് ഞാൻ ഇതിൻ്റെ മുന്നേ ഒരു ഡ്രസ്സ് വാങ്ങിച്ചിരുന്നു. അത് ഇതേപോലെ ഭയങ്കര ടൈറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചത് സൈസ് ഇനി വലുതാക്കി എടുക്കണം എന്നൊക്കെ. പക്ഷെ ഇത് ഞാൻ അതേപോലെ തന്നെ ആണ് എടുത്തേക്കണെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. സ്മോളാണ് എടുത്തേക്കണേ. ഇനി എന്താ സംഭവിച്ചത് എനിക്കറിയില്ല. കുറച്ചങ്ങനെ ടൈറ്റ് പോലെ ഉണ്ട്. എനിക്ക് അങ്ങനെ ആ ഡ്രസ്സ് ഇതിങ്ങനെ അങ്ങോട്ട് ആവുമ്പോൾ ഒന്നാമത് നമുക്ക് ഇഷ്ടപ്പെടാതെ അങ്ങനെ ഇടുമ്പോൾ നമുക്ക് തീരെ ഇഷ്ടപ്പെടില്ല കേട്ടോ. എനിക്കെന്താ അറിയില്ല, ആ ഡ്രസ്സ് അങ്ങോട്ട് സ്റ്റൈൽ ചെയ്യാൻ തന്നെ തോന്നുന്നില്ല. അപ്പോൾ ഞാൻ ഇതെങ്ങനെയൊക്കെ വന്നിട്ട് ഇതും സ്റ്റൈൽ ചെയ്ത് ഇതാക്കിയതാണ്. എനിക്കെന്തോ ഒരു അങ്ങനെ ആയിട്ടൊരു സുഖമില്ലാത്ത പോലെ തോന്നുക. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ടൈപ്പ് ഡ്രസ്സ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക.
കുറച്ച് ലൂസിൽ നമ്മൾ സാധാരണ എടുക്കുന്നതിലും കുറച്ച് ലൂസിൽ എടുക്കണമായിരിക്കും നല്ലത്. ഇത് ശരിക്കും ഇങ്ങനത്തെ ഡ്രസ്സാണ്, ഇങ്ങനെ ഭയങ്കര ഇങ്ങനെ ഷേപ്പിൽ നിൽക്കുന്ന അങ്ങനത്തെ ഒരു ഡ്രസ്സാണ്. പക്ഷെ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ഇപ്പം എനിക്ക് വലിയ ഇഷ്ടമല്ല കേട്ടോ അങ്ങനെ ഇടുന്നത്. ഇവിടെയൊക്കെ ഇങ്ങനെ ഓരോ ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് കണ്ടോ. അതേപോലെ കയ്യിൻ്റെ അവിടെയും കൊടുത്തിട്ടുണ്ട്. കൈയൊക്കെ നല്ല ഭംഗിയിലെന്തോ ഒക്കെ ആക്കിയതാണ്. പക്ഷെ എന്തോ എനിക്ക് ആ ഡ്രസ്സ് ഇട്ടിട്ട് വല്ലാണ്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഇത് കുറച്ച് ലെങ്ത്തുള്ള ഡ്രസ്സാണ് കേട്ടോ. ബാക്കിൽ ഇങ്ങനെ സിബ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നെക്ക് കുറച്ച് വലിയ നെക്കാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇന്നർ ഇടേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഞാൻ ഈ ഒരു കളറ് ഹിജാബ് വെച്ചിട്ടാണ് സ്റ്റൈൽ ചെയ്തത് കേട്ടോ. നിങ്ങൾക്ക് ഈ കളറൊക്കെ ഇട്ടാലും കുഴപ്പമില്ല. ഈ കളർ എല്ലാത്തേക്കും മാച്ചാണ് ഇങ്ങനെ നോക്കുമ്പോൾ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ഡ്രസ്സാണ്. അപ്പോൾ ഇനി അടുത്തത് ഇതാ ഈ ഒരു ഓവർകോട്ടാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ തണുപ്പൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ അതിനെ കൊണ്ട് ഞാൻ ഇങ്ങനത്തെ ഒരു ലെങ്ത്തുള്ളൊരു ടൈപ്പ് ഡ്രസ്സ് എടുത്താൽ കേട്ടോ. നല്ല ഈ രണ്ട് സൈഡിൽ ഇങ്ങനെ പോക്കറ്റ് എടുത്തിട്ടുണ്ട്. വലിയ ബട്ടൺസ് ആട്ടോ അവിടെ കൊടുത്തിട്ടുള്ളത്. നല്ല മെറ്റീരിയൽ കേട്ടോ. ഇപ്പം നേരത്തെ കാണിച്ചതൊക്കെ ആണെങ്കിലും നല്ല മെറ്റീരിയലാണ്. ഇവരുടെ ഞാൻ എപ്പോഴും പറയണതാണ്, റേറ്റ് കൂടുതൽ ആവുന്നതിനനുസരിച്ച് അതിൻ്റെ മെറ്റീരിയൽ അടിപൊളി കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ള ഡ്രസ്സുകളാണ് ഇവരുടെ. അതേപോലെ തന്നെ ഈ എന്താ പറയുക, ഞാൻ ഫുഡ് കഴിച്ചിട്ടിപ്പോൾ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കൊണ്ട് ഭയങ്കര കിതപ്പ്. കാരണം പെട്ടെന്ന് കഴിച്ച് വീഡിയോ എടുക്കാമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ വന്നതാട്ടോ. അപ്പോൾ ഇത് നല്ല സുഖമുണ്ട്. ഇതിൻ്റെ അകത്ത് വേറെ ഡ്രസ്സ് ഇട്ടിട്ട് ഞാനിതിൽ കാണിക്കുന്നുണ്ട്. അത് മോത്തിഫിൻ്റെ ഡ്രസ്സ് തന്നെ കേട്ടോ. അപ്പോൾ അത് ഇതിൻ്റെ അകത്ത് ഇട്ടിട്ട് നമുക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് അങ്ങനെ ഒന്നും ഫീൽ ചെയ്യണേ ഇല്ല കേട്ടോ. ചിലതുണ്ടല്ലോ നമുക്ക് ഉള്ളിലൊരു ഡ്രസ്സ് ഇട്ടിട്ട് വേറെ ജാക്കറ്റ് ഇടുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട്. ഇതിൻ്റെ അടുത്ത് വേറെ ഒന്നുണ്ട്, അത് എനിക്ക് ഇടുമ്പോൾ എന്തൊക്കെ ഒരു എന്നുള്ളൊരു അവസ്ഥയാണ് ആവല്. അപ്പോൾ ഇത് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. എനിക്ക് അങ്ങനെ ഒന്നും ഫീൽ ചെയ്തില്ല കേട്ടോ. നല്ല ഡ്രസ്സാണ് ഇത്, നല്ല ഇഷ്ടപ്പെട്ടു ആ കളറും. അപ്പം ഞാൻ ഇതിലേക്ക് സ്റ്റൈൽ ചെയ്ത ഇത് രണ്ടും കൂടെ നല്ല മാച്ച് ഉണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു കളറ്. ഞാൻ അങ്ങനെ വിചാരിച്ചിട്ട് തന്നെ കേട്ടോ എടുത്തത്. ആ ഡ്രസ്സ് ഞാൻ സെലക്ട് ചെയ്യുന്നത് ചിലപ്പോൾ എനിക്ക് അത് അങ്ങനെ ഇടാൻ മടിയായിരിക്കും. ഇങ്ങനത്തെ ഡ്രസ്സിലേക്ക് കുറച്ച് ലെങ്ത്തുള്ള ടോപ്പ് വെച്ചിട്ട് സ്റ്റൈൽ ചെയ്യണമായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നലുണ്ട്. അല്ലാതെ ഇത് ജീൻസിലേക്കും സ്റ്റൈൽ ചെയ്ത രസമുണ്ടാവും കേട്ടോ. ജീൻസ് പാൻറ്റും അതിൻ്റെ ഉള്ളിലേക്ക് ഒരു ഇന്നറൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയുള്ളൊരു ടീഷർട്ടൊക്കെ ഇട്ടിട്ട് സ്റ്റൈൽ ചെയ്താൽ അതും ഭംഗിയുണ്ടാവും. അപ്പം ഞാൻ ഇപ്പം ഇങ്ങനെയാണോ സ്റ്റൈൽ ചെയ്തിട്ട് ഇനി അങ്ങനെയൊക്കെ ഉള്ളത് ഞാൻ പിന്നെ ഇനി അങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഇടുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇവിടെ ഒരു ബെൽറ്റ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് അങ്ങനെ വേണമെങ്കിൽ കെട്ടില്ലെങ്കിൽ ഈ ബട്ടൺസ് വെച്ചിട്ട് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് സ്റ്റൈൽ ചെയ്യാം. അപ്പോൾ ഇനി അടുത്ത ഡ്രസ്സ് കാണാം. ഫേസ് എന്തോ മാതിരിയാ. അപ്പോൾ അടുത്തത് ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ സെലക്ട് ചെയ്ത ഡ്രസ്സാണ് കേട്ടോ. പക്ഷേ ഇത് എനിക്ക് എന്തോ സ്റ്റൈൽ ചെയ്തപ്പോൾ വലിയ രസമില്ലാത്ത പോലൊക്കെ എനിക്കിങ്ങനെ തോന്നുന്നുണ്ട്. ഞാൻ വിചാരിക്കുന്നത് ഇത് ജീൻസിലേക്കൊക്കെ സ്റ്റൈൽ ചെയ്ത ഡ്രസ്സ് ഉണ്ടാവട്ടെ. ഞാനൊരു വൈറ്റ് പാൻറ്റിലേക്കാണ് സ്റ്റൈൽ ചെയ്തിട്ടുള്ളത്. പക്ഷേ പിന്നെ എനിക്കിങ്ങനെ തോന്നി ജീൻസിൻ്റെ അടുത്തൊരു ആദ്യത്തെ ഡ്രസ്സുകളുണ്ടല്ലോ അതിലേക്ക് സ്റ്റൈൽ ചെയ്ത ഡ്രസ്സ് ഉണ്ടാവും എന്നൊക്കെ പിന്നെ തോന്നി. പിന്നെ എനിക്ക് മടിയായിട്ടോ പിന്നെ വന്ന് ചെയ്യാൻ. കാരണം ഞാൻ ഒരു ദിവസം തന്നെ ഒരുപാട് ഡ്രസ്സ് ഇപ്പോൾ ഹോൾ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. കാരണം എനിക്ക് ഇടയ്ക്കിടയ്ക്ക് മേക്കപ്പ് ചെയ്യണം, എനിക്ക് വയ്യ ഭയങ്കര. ഞാൻ പറഞ്ഞില്ല ഈ ചാനൽ ഇടയ്ക്ക് നിർത്താൻ വരെ എനിക്ക് ഞാൻ തോന്നി, എനിക്ക് ഭയങ്കര മടിയിക്കണ്. അപ്പോൾ അതിനെക്കൊണ്ട് ഞാൻ ഒരു ദിവസം മേക്കപ്പ് ചെയ്താണെങ്കിൽ പിന്നെ ഇവിടെ ലൈറ്റൊക്കെ നമ്മൾ സെറ്റ് ചെയ്യണമാണല്ലോ. അപ്പോൾ അതെല്ലാം പിന്നെ എനിക്കിങ്ങനെ ഒക്കെ കൊടുന്ന് ഫിറ്റ് ചെയ്ത് ഒന്നും പറയണ്ട. അപ്പോൾ അതിനെക്കൊണ്ട് ഞാൻ ഒരുമിച്ചെല്ലാം കൂടി ചെയ്യുന്നതാണ്. അപ്പോൾ പിന്നെ ആകതാവുണ്ട്. അപ്പോൾ ഇതങ്ങനെ കേട്ടോ വരുന്നത്. ഇതിൻ്റെ ബട്ടൺസ് അടിപൊളി കേട്ടോ. എന്ത് ഭംഗിയാ കാണാൻ. നല്ലൊരു സംഭവമേ, അടിപൊളി എന്തായാലും. അപ്പം ഞാൻ ഇൻഷാ അല്ലാ റീൽസിലൊക്കെ ഇനി പുറത്ത് പോകുമ്പോൾ അങ്ങനെ എന്തെങ്കിലും ആക്കണമെങ്കിൽ ഞാൻ റീൽസിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. നല്ല മെറ്റീരിയൽ ഇട്ടത് നല്ല ഉണ്ട്. എൻ്റെ സ്ലീവ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. അപ്പം ഇന്ന് ചെറിയൊരു വീഡിയോ കേട്ടോ. അപ്പം ഞാൻ 4 ഡ്രസ്സാണ് ഞാൻ അതിന്ന് ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഷീൻ്റെ ആപ്പിൽ പോയിട്ട് മോത്തിഫ് നോക്കിയാൽ മതി. ഇപ്പോൾ ബ്ലാക്ക് ഫ്രൈഡേ ആയതിനെ കൊണ്ട് എല്ലാം ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്ന ഇതിലും ഭയങ്കര ഓഫറാണ് കേട്ടോ. എല്ലാത്തിനും ഭയങ്കര പകുതി റേറ്റാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും പോയി നോക്കുക. ഷീലിനൊക്കെ ഭയങ്കര ഓഫറാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും പോയി ചെക്ക് ചെയ്ത് നോക്കുക. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. ബൈ.